ടൈം പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നു എന്നൊക്കെ പറയുന്ന പോലെ പ്രചോദേട്ടന് പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടോ? എങ്ങനെയാന്ന് വെച്ചാല് മൊത്തത്തില് ഈ ഫ്ലോറില് അല്ല, ഞാൻ ഈ നിങ്ങളെ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഫിറ്റ്നസ് ഉള്ള ആള് തന്നെയാണ്, ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഇടയായിട്ട് ഒരു കുറച്ചുകൂടെ ഒരു ആകാര സൗഷ്ഠവം, ഒരു പുഷ്ടി, നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ കലക്കി കുടിച്ച് തുടങ്ങുന്നതിന് ശേഷമുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കാണുന്നുണ്ടോ കയ്യിലും ഇവിടെ നിന്നൊക്കെ തോന്നുന്നുണ്ട്? എന്താ അതിന്റെ രഹസ്യം? ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന പോലെ എന്താണെന്നറിയോ, കുറച്ച് വർക്കൗട്ട് പരിപാടി, ഓട്ടവും ചാട്ടങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യാറുണ്ട്. പതിവായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ നടക്കുക എന്ന് പറയുന്ന ഒരു സാധനം അത് വേണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ നടക്കുകയോ ഓടുകയോ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് നമ്മൾ ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മാസ്ക് ഇട്ട് നടക്കും, തൊപ്പി മാസ്ക് ഒക്കെ വെച്ച് നടക്കും. ആ തൊപ്പി മാസ്ക് വെച്ച് നടത്തില്ലെങ്കിൽ ഇന്നലെ ഞാനൊക്കെ പരിപാടി കണ്ട ആൾക്കാർ ചിലപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മനസ്സ് മടുപ്പിക്കും. ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അന്ന് നമ്മുടെ ഷൂട്ടിങ് താമസിച്ച് ഷൂട്ടിങ്, കാരണം ഈ പ്രോഗ്രാം ഡെയിലി ഉണ്ട്, ഡെയിലി ടെലികാസ്റ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഫ്ലോറിൽ താമസിച്ചിട്ട് ഇന്ന് ഷൂട്ടിങ് രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ തന്നെ ഒരു മുറിയുണ്ട്, അവിടെ കിടക്കും, പിറ്റേന്ന് ഷൂട്ടിങ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി കാണാനുള്ള സൗകര്യമില്ല. അങ്ങനെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ TV ഉണ്ട്, മൂലയ്ക്ക് ഭിത്തിയിലൊരു TV ഇരിപ്പുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിപ്പോട് കൂടി ഞങ്ങളുടെ പരിപാടിയുടെ ടെലികാസ്റ്റും കൂടെ കാണാൻ പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കഴിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വേറൊരു സംഘം അവിടെ വന്നിരിപ്പുണ്ട്. അവർ ഞങ്ങളെ നോക്കും, TV ഇട്ട് നോക്കും. അവസാനം ഹോട്ടലുകാരനോട് പറയാ, ചേട്ടാ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെക്കും, കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അന്ന് പക്ഷെ നല്ല പരിപാടിയായിരുന്നു. ഇവര് ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. അതെ. അല്ല, അന്ന് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് പരിപാടി നടത്തി പിടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു വർഷം നമ്മുടെ ഒരു സ്നേഹിതനാണ് പുള്ളി. ഒരു വർഷം നമ്മളെ മാറ്റി നിർത്തി വേറെ കുറെ ആൾക്കാരെ പരിപാടിയാക്കി ഏൽപ്പിച്ച് അങ്ങനെ ആ അമ്പലത്തിൽ ഒരു പരിപാടി പുള്ളി ചെയ്തു. പരിപാടി ചെയ്താൽ ഭയങ്കര ബോറായിരുന്നു. അതിനുശേഷം ഇയാൾ ഈ അടുത്ത വർഷം ഇതേ സ്ഥലത്തേക്ക് തന്നെ ഈ പോസ്റ്റർ അയച്ചു കൊടുത്തു, ഷോക്കാർഡ് വീണ്ടും. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞ വർഷം പരിപാടി നടത്തി പരിപാടി മൊത്തം ബോറിലായിരുന്നു, പിന്നെ എന്തിനാണ് ഈ ഷോക്കാർഡ് ഇങ്ങോട്ട് അയച്ചു തന്നെ? അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ പുള്ളി ചോദിക്കാം, പരീക്ഷണം നടത്താനേ ഇത് ലാഭമല്ല, അമ്പലമാണ്. ഈ ഞാൻ പറഞ്ഞ കഥയില് ഞങ്ങളന്ന് അവിടെ അയാൾ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പിന് ഒരു 8:30-9 മണിയായി ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പോയപ്പോ. അതെ, പോലീസ് പിടിച്ച് ഞങ്ങളെല്ലാം. അതായത് അവൻ പറഞ്ഞ് ഇതങ്ങ് നിർത്താൻ പറ്റുമോന്ന് ചോദിച്ചിടത്തും പറഞ്ഞല്ലോ, അവൻ കുറച്ചേരമായി അത് പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഹോട്ടലിൽ മറ്റു ഭക്ഷണം കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഇവൻ മാത്രം ചേട്ടാ ചാനൽ മാറ്റ്, ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയല്ല. ഇപ്പൊ ഈ ഹോട്ടലുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ TV കാണാൻ വന്നതല്ലല്ലോ. TV ഇവരെല്ലാ ദിവസവും കഴിഞ്ഞ 2-3 മാസമായിട്ട് എല്ലാ ദിവസവും വന്ന് ഇവിടെ കഴിക്കുന്നവരാണ്. പിന്നെ ആ പരിപാടി ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം കാണണം, നിങ്ങൾക്ക് വേണ്ടി ചാനൽ മാറ്റാവോന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് വഴക്ക് മൂത്തു. അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത്, ഈ ഹോട്ടലിന്റെ പുറത്ത്, ഞാനൊക്കെ കഴിച്ച് തീർന്നിട്ടില്ല, ഒരു ഉന്തും തള്ളും നടക്കുന്നുണ്ട്. നോക്കുമ്പോൾ പ്രചോദേട്ടനും അവനും കൂടെ തള്ളി മറിച്ചിട്ട് അവിടെ പകല് കരിക്ക് വിൽക്കുന്ന ഒരു കടയുണ്ട് ഈ ഹോട്ടലിന്റെ മുന്നിൽ. രാത്രി കരിക്ക് വെള്ളം ആരും കുടിക്കൂല്ല, രാത്രി അത് അടച്ചിട്ടേക്കും. അവിടുന്ന് രാവിലെ ചെത്തിയ കരിക്ക് 2 കൈ പിടിച്ചിട്ട് 2 പേരും വേടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴത്തേക്ക് അവന്റെ 4 കൂട്ടുകാർ വരുന്നു, ഞങ്ങൾ ഇറങ്ങുന്നു. 10 മിനിറ്റ് ഹൈവേ പോലീസ് വരുന്നു. ഞങ്ങളെല്ലാം പിടിച്ച് ആലപ്പുഴ സ്റ്റേഷനിൽ. അവസാനം ഒരു വക്കീൽ ആലപ്പുഴയിൽ നിന്ന് വന്ന് ജാമ്യമൊക്കെ എടുത്ത് ഒരു TV കണ്ടതിന്റെ പേരില്. സാധനമായിട്ട് എന്തോ സംസാരിച്ച് ഇയാൾ സാധനം ചീത്ത വിളിച്ചു. അങ്ങനെയാണ് നമ്മൾ ഉടക്ക് തുടങ്ങുന്നത്, പ്രൊവോക്ക് ചെയ്ത്. ഇതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പിടിച്ചുമാറ്റം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സാധൻ അവിടെ കിടക്കുന്ന ഒരു പേഴ്സ് അതെടുത്തോണ്ട് നേരെ ആ കൂട്ടത്തിലേക്ക് കൂടെ കൊടുത്തവൻ അവിടെ ചെന്നിട്ട് നിങ്ങളുടെയാണ് പേഴ്സ് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അവർ 4 പേര് സാധനം പിടിച്ച് ഇടിയോടിയാണ്. അതായത് ഇടിയുടെ ഇടയിൽ, അതെ, അത് ശത്രു ടീമിൽ ഒരുത്തിന്റെ പേഴ്സാ താഴെ വീണേ. സാജൻ ചേട്ടൻ അതിനിടയിൽ ഒരു തോക്ക് കളഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് വണ്ടർമോട്ടായി പറയുന്ന പോലെ വീണ് കിട്ടിയ പേഴ്സ് തുറന്നു കിട്ടുന്ന ഞങ്ങളുടെ അറിയാൻ പേഴ്സ്. എടാ പക്ഷേ നിന്റെയാണോ പ്രജോന്റെയാണോ? അല്ല. അപ്പൊ നേരെ അവരെ പിടിച്ച് ഒരു വിധം മാറ്റി നിർത്തിയേക്ക് എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സാണെന്ന് ചോദിച്ചാൽ അത് മേടിച്ചിട്ട് ഒരെണ്ണം കൂടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. സ്റ്റേഷനിലായി അല്ലേ? അതെ, നമുക്ക് വന്ന ഉടനെ തുടക്കത്തിൽ തന്നെ പറയാൻ പ്രശ്നം നല്ലൊരു ഓർമ്മകൾ നമുക്ക് കിട്ടിയല്ലോ. അന്നൊക്കെ ഇടിയുണ്ടായാലും മറ്റവന് കാര്യമായിട്ടൊന്നും പറ്റരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഇടിയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒറ്റ ഇടിക്ക് 2 പേര് ക്ലോസ്, 2 കേസ് എല്ലാം. ആരും പേടിക്കണ്ട, ഞാൻ പണ്ട് വലിയ ഗുണ്ടയായിരുന്നു. ഇപ്പം മാനസാന്തരം വന്ന ഒരു പാവം ഗുണ്ടയാണ്. എൻ്റെ പേര് ഗുണ്ട രാഹുൽ. അതെ, രാഹുൽ കെ. എൻ്റെ ചരിത്രം പറഞ്ഞാലേ പൊടികെട്ടിയ ഗുണ്ടയായിരുന്നു ഞാൻ പണ്ട്. അങ്ങനെ ഒരുപാട് ഗുണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു നടക്കുന്ന സമയത്ത് പല ഗുണ്ടകളും മാനസാന്തരപ്പെടും. ധ്യാനത്തിന് പോയി മാനസാന്തരപ്പെടും,
ചിലർ ജയിലിൽ പോയി മാനസാന്തരപ്പെടും, ചിലർ ജീവിതത്തിൽ പട്ടിണി കാരണം മാനസാന്തരപ്പെടും. ഞാൻ കോമഡി കേട്ട് മാനസാന്തരപ്പെട്ട ഒരു പാവം കൊണ്ടേ. ഓ അല്ല, അത് ചില സത്യങ്ങളുണ്ട്, ചില കോമഡികൾ, ചില കാര്യങ്ങളൊക്കെ, ചില സിനിമ കണ്ട് മാനസാന്തരം വരുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ട് സ്വഭാവം മാറുക. സിനിമ കണ്ട് ചീത്തയാവുന്നവരെന്ന് പറയുന്നവരും ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ഇതിപ്പോ കോമഡി പരിപാടികൾ കണ്ട് ജീവിതത്തെ അങ്ങനെ വളരെ നൈർമല്യത്തോടെ കാണാനുള്ള ഒരു മനസ്സിലേക്ക് എത്തി അല്ലേ? പക്ഷെ ഞാൻ മുഴുവൻ പറയട്ടെ, പക്ഷെ ഇപ്പോഴും കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കോമഡി കേട്ടില്ലെങ്കിൽ ഞാൻ വയലന്റ് ആവും. നല്ല നല്ല കോമഡികൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ കത്തിയാനെടുക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് കോമഡികൾ കേട്ടോണ്ടിരിക്കണം. ഇവിടെ നല്ല നല്ല കോമഡികളുണ്ട്. ഞാൻ വന്നപ്പോ ഒരു കാര്യം ചോദിക്കണം, ഈ പാട് എങ്ങനെ ഉണ്ടായതാണെന്ന്? ഈ പാടാ അത് പുലി പിടിക്കാൻ പോയതാ. പുലി പിടിച്ചിട്ടുണ്ട്? പിന്നെ നാട്ടില് പുലി ഇറങ്ങിയ സമയത്ത് വേട്ടക്കാരൻ വന്നു. അപ്പൊ വേട്ടക്കാരന് ഒറ്റയ്ക്ക് കാട്ടി പോകാനൊരു പേടി. അത് നാട്ടിലെ ഏതെങ്കിലും ധൈര്യമുള്ള ഒരാള് പോണോന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ മുഴുവൻ പറഞ്ഞു, ഗുണ്ട ഞാനാണല്ലോ, രാഹുൽ പോയാൽ മതി. അങ്ങനെ ഞാനും വേട്ടക്കാരനോട് കാട്ടിലൂടെ പോവുക. ഘോര മൃഗങ്ങളുടെ അലർച്ചകള്, ആനയുടെ ചിഹ്നം വിളി, കൂറ്റാക്കൂറ്റിട്ട് ചീവീടിന്റെ കരച്ചില്. ഇതിനിടയിൽ ഞങ്ങൾ പതുങ്ങി കാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഏത് നിമിഷവും പുലി ചാടി വീഴാം. തോക്കും ചൂണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തവള വട്ടം ചാടി. അത് കണ്ട് പേടിച്ച് ഞാൻ ഓടി പില്ലിമ കൊണ്ടതാ. പുലി മാന്തിയല്ല ഞാൻ വിചാരിച്ചു. കയ്യിലെ പടം ഇതാ. അത് ഇതുപോലത്തെ കേസൊന്നും അല്ല. എനിക്ക് കൊപ്രയുടെ പരിപാടിയാ. ഈ കൊപ്ര കച്ചവടം എന്ന് പറയുമ്പോൾ മത്സരമുള്ള ഫീൽഡാണല്ലോ. ഒത്തിരി ഗുണ്ടായുസൊക്കെ കാണിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില അടിപിടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഫീൽഡില്. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊപ്ര ഉണക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ടത്തൊരു കാൽപെരുമാറ്റം. അപ്പൊ ഞാൻ ജാഗരൂകനായി. വേറെ ഗുണ്ടയായിരിക്കും. ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഇരുട്ടത്ത് 2 പേര്. ആരടാ എന്ന് ചോദിച്ചപ്പോ ഗുണ്ട സുധീഷ്, ഗുണ്ട രാഘവൻ. മാർ 2 പേരും എന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരിക. തീർക്കാൻ വരുമായിരിക്കും. ഞാൻ ധൈര്യത്തിൽ ചോദിച്ചു, എന്താടാ എന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഈ കൊപ്ര കുത്തണത് കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെന്താ ഇപ്പൊ തന്നെ കാണിച്ചു തരാറുണ്ട്. കത്തിയെടുത്ത് കൊപ്ര ഇങ്ങനെ ഒറ്റ കുത്തല, കത്തി തെന്നിരന്നെ ഒറ്റ കൊള്ളല്, ചോര എങ്ങനെ ചീറ്റണം, അയ്യര് കളി ചോരയുടെ. അങ്ങനെ കൊപ്ര കുത്തിപ്പ് കൊണ്ടതാണോ കയ്യില്? അതെ. അപ്പൊ ഈ ഗുണ്ട സുധീഷും മറ്റവനും ഒക്കെയോ? ഗുണ്ട സുധീഷ് രക്തം കണ്ട വഴി ബോധം കെട്ട് അപ്പൊ തന്നെ വീണു. അയ്യോ. രാഘവനോ? മറ്റവനാണെങ്കിൽ ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യേ എന്നും പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചില്. എന്ത് പറ്റി? കോമഡി കേൾക്കാനിട്ടേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കോമഡി തുടങ്ങും സാർ. ഇപ്പൊ തന്നെ തുടങ്ങാൻ ചേട്ടാ. കോമഡി പെട്ടെന്ന് പറ. നിങ്ങൾ ഇവിടെ തുടങ്ങാം. നിങ്ങൾ അവിടെ നിന്ന് പറയാൻ പറ്റില്ല. ഈ കോമഡിക്ക് വയലന്റ് ആയാലേ ഞാനപ്പോ തന്നെ ചവിട്ടി കൈയിടും. കോമഡി തുടങ്ങാം. അയ്യോ പെട്ടെന്ന് പറ. മക്കളെ ഒരു കോമഡി പറ. പെട്ടെന്ന് പറഞ്ഞോ, അല്ലെ മൂക്കി കൈയിടും. Once upon a time, once upon a time.